ചെറിയുള്ളി അല്ല, സവാളയുടെ ചെറിയുള്ളി ഇവിടെ കിട്ടത്തില്ല. പിന്നെ പച്ചമുളക് നല്ല പഴുത്ത പച്ചമുളകാണ്, അപ്പോൾ ഒരു രുചി കൂടും. പിന്നെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ തേങ്ങ പീസായിട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ക്രഷ് ചെയ്ത് വരുമ്പോൾ നല്ല ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം. എനിക്ക് ഈ ഒരു പരിപാടി ഇഷ്ടം. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയി വരുന്നില്ല, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിക്കുകയാണ് ഗൈസ്. നന്നായിട്ട് ഇളക്കിയാൽ അതിൽ നന്നായിട്ട് മസാല പിടിക്കും. ഏകദേശം ഒരു മസാല പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഫ്രൈ ആയി വരാൻ ടൈം എടുക്കും. അപ്പോൾ ഇവിടുത്തെ കോളിഫ്ലവർ ഭയങ്കര മുറ്റിയ ടൈപ്പാണ്. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് കോളിഫ്ലവർ വാങ്ങിക്കുന്നത്. പക്ഷെ പൂനെയിലൊക്കെ നല്ല ഫ്രഷും നല്ല വലുതും കിട്ടുമായിരുന്നു. ഇവിടെ ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കാതെ എങ്ങനെയാണ് ഇത് നോക്കിക്കോ. ഇത്രയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇളക്കി അടിപൊളി സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നമുക്ക്